ഏവർക്കും മീരൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയും ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനവുമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. ഈ ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന്? 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ്. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ മരണമടഞ്ഞത് എന്ന്? 1994 ജൂലൈ 5. ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ 3 കൃതികൾ ഏതെല്ലാം? യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്നതായിരുന്നു ബഷീറിൻ്റെ തത്വശാസ്ത്രം. ഇത് തെളിയിക്കുന്ന കഥ ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. പ്രകൃതി സ്നേഹം വെളിവാക്കുന്ന ബഷീറിൻ്റെ കഥ ഏത്? തേന്മാവ്. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏത്? മാന്ത്രിക പൂച്ച. വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം? 1982. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി? ശബ്ദങ്ങൾ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഭാർഗവീ നിലയം, ബാല്യകാല സഖി. ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാര്? എം.കെ. സാനു. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം? 1981. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ആരുടെ ഗ്രന്ഥമാണിത്? I.M. അഷ്റഫ്. 2017 ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി സിനിമയെടുത്ത സംവിധായകൻ ആര്? അനീഷ് അൻവർ. ബഷീറിൻ്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതാര്? M.A. റഹ്മാൻ. 1985 പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? P.A. ബക്കർ.
ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? ബാലസാഹിത്യം. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ? പ്രേമലേഖനം. ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി ഏത്? നേരും നുണയും. പ്രേം നസീർ അഭിനയിച്ച ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രം ഏത് ബഷീർ കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ്? നീലവെളിച്ചം. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേയൊരു കവിത ഏത്? അനശ്വരപ്രകാശം. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ച വർഷം? 1993. ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേര്? കഥാബീജം. ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? പ്രേമലേഖനം. 1993 ബഷീറിനൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ടത് ആര്? ബാലാമണിയമ്മ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ബാല്യകാലസഖി. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണാറുണ്ട്, എന്നാലും ചിലരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.